ഹലോ നമസ്കാരം, ഞാൻ അനീഷ് അബ്രഹാം. ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. യൂണിയനിൽ ചേരുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോയുടെ താഴെ പലരും എങ്ങനെ യൂണിയനിൽ ചേരാം, ഏത് യൂണിയൻ തിരഞ്ഞെടുക്കണം എന്നൊക്കെ പല നിരവധി സംശയങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ എന്നെ നേരിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട്. ഞാൻ അവർക്ക് എല്ലാവർക്കും കൂടെയുള്ള ഒരു മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. യൂണിയനിൽ നിങ്ങൾക്ക് ചേരാനായിട്ട് നിസ്സാരമായിട്ടുള്ള കാര്യമുള്ളൂ. ഗൂഗിൾ എടുക്കുക, ഈ യൂണിയൻ്റെ പേര് അടിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ ഇതിൻ്റെ യൂണിയൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഈ വീഡിയോടൊപ്പം തന്നെ ഈ യൂണിയനിൽ ചേരേണ്ട ലിങ്കുകൾ ഞാൻ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കയറുക, അവർ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, ഏത് സ്ഥാപനത്തിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് കൊടുക്കുക. അതിന് ശേഷം അതിന് മന്ത്ലി ഫീസുണ്ട്, ആ ഫീസ് അടയ്ക്കുക. RCN ആണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ NHSൽ വർക്ക് ചെയ്യുന്നവരായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ കെയർ ഹോമിൽ നേഴ്സസിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവർ മാത്രമേ RCNൽ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. മറ്റ് സപ്പോർട്ട് വർക്കേഴ്സ്, ഡൊമിസിലറി കെയറേഴ്സ്, റെസിഡൻഷ്യൽ ഹോം വർക്കേഴ്സ്, അവിടെയൊന്നും നേഴ്സസ് നിങ്ങളുടെ സൂപ്പർവൈസ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിസൺ എന്ന് പറഞ്ഞ യൂണിയനിൽ മെമ്പർ ആവാം. അതിൻ്റെയും ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. RCൻ്റെയും യൂണിസൻ്റെയും ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ മറുപടി തരാം. പിന്നെ വേറൊരാൾ ഒരു സംശയം ചോദിച്ചത്, യൂണിയനിൽ ചേർന്ന് കഴിഞ്ഞാൽ എംപ്ലോയർക്ക് അത് ഇഷ്ടപ്പെടുമോ, അവർ ഞങ്ങളെ ഉപദ്രവിക്കുമോ എന്നൊരു സംശയം ചോദിച്ചു. ഇവിടെ അങ്ങനെ ഒരു എംപ്ലോയറും നിങ്ങളെ ഉപദ്രവിക്കില്ല. നിങ്ങൾ യൂണിയനിൽ ചേർന്ന വിവരം നിങ്ങളും ഈ യൂണിയനും മാത്രമേ അറിയത്തുള്ളൂ. നാട്ടിലെ പോലെ യൂണിയൻ പ്രവർത്തനമൊന്നുമില്ല. നിങ്ങൾ ഒരു ജാഥയ്ക്കും പോകേണ്ട കാര്യമില്ല. ഇവിടെ അങ്ങനെ ഒരു യൂണിയൻകാർ അവർ കുറച്ച് പേര് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർ സർക്കാരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുകയും കാര്യങ്ങൾ അറിയിക്കുകയും അല്ലെങ്കിൽ സ്ട്രൈക്ക് പ്രഖ്യാപിക്കുകയൊക്കെ വളരെ അപൂർവമായിട്ടേ നടന്നിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം നേഴ്സസിൻ്റെയൊക്കെ ഒരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. അവർ കുറച്ച് പേര് ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ വന്ന് കുറച്ച് നേരം പ്ലക്കാർഡൊക്കെ പിടിച്ചുകൊണ്ട് നിന്ന് മുദ്രാവാക്യം വിളിക്കുകയോ അല്ലെങ്കിൽ ചുമ്മാ പ്ലക്കാർഡ് വീശി കാണിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അവർ പോയി. അത്രേ ഉള്ളൂ. അത്രയ്ക്കുള്ള സമരങ്ങളേ ഉള്ളൂ. അല്ലാതെ നാട്ടിലെ പോലെ ഒരു സമരവും കൊടികുത്തലും ഒന്നും ഇവിടെ ഇല്ല. അപ്പോൾ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട. നിങ്ങളെ എംപ്ലോയർ ഉപദ്രവിക്കില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുക ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾക്കൊരു മെയിൽ അയക്കും. ആ മെയിലിൽ പറയുന്നൊരു കാര്യം, നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ റെപ്രസെൻറ്റേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ യൂണിയൻ്റെ റെപ്രസെൻറ്റേറ്റീവിന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാം. അതായത് നിങ്ങളുടെ ഡിസിപ്ലിനറി ആക്ഷനോ അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാൻ പോകുമ്പോഴോ ഒക്കെ അവർ അയക്കുന്ന ഇമെയിലിൽ പ്രത്യേകം അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ യൂണിയനിൽ ചേരാൻ പോയാൽ ഒരു യൂണിയൻകാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരത്തില്ല. നേരത്തെ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്ത് മാസങ്ങളെങ്കിലും ഈ മെമ്പർഷിപ്പ് ഫീസ് അടച്ചാൽ മാത്രമേ യൂണിയൻകാർ നിങ്ങളെ സഹായിക്കാൻ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങളുടെ ഭാഗത്ത് വലിയ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ട് നിങ്ങൾ യൂണിയനെ പേടിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ അങ്ങേയറ്റം വരെ അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. കോടതിയിൽ വക്കീലിൽ വരെ ഒരു ഫ്രീ ആയിട്ട് ഏർപ്പാടാക്കും. അങ്ങനെയുള്ള എല്ലാവിധ സപ്പോർട്ടുകളും യൂണിയൻ്റെ ഭാഗത്തും ഉണ്ടാവും. അതുകൊണ്ട് ആരും മടി വിചാരിക്കരുത്. ഇനിയും ചേരാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇന്നെങ്കിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോടൊപ്പം പോസ്റ്റ് ചെയ്യുന്നുണ്ട്, മറക്കാതെ ജോയിൻ ചെയ്യുക. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.